ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടെ കാണല്ലേ താമസം ഇവിടെ ഇവിടെ ഒരു പുതിയ കല്യാണം കെട്ടി ഒരു ഭാര്യ ഭർത്താവ് ചെറുപ്പക്കാർ താമസിക്കുന്നുണ്ട്. അറിയോ അറിയോ വാടകയ്ക്കോ അങ്ങനെയാണ് താമസിക്കുന്നുണ്ട്. അറിയോ? അറിയില്ലേ? ഈ അറിവില്ലാത്തവരാണ് ആ വഴി കഴിച്ചത്. എന്റെ പലതാണ് അറിവില്ലാതല്ല, അങ്ങനെ ഒരാളുകൾ ഇവിടെ താമസിക്കാൻ വഴിയില്ല. ഇപ്പൊ വഴിയില്ലേ? അങ്ങോട്ടോക്കണോ? അത് വഴിയല്ലേ? അങ്ങോട്ട് നോക്കണം, അത് വഴിയല്ലേ? ഇങ്ങോട്ടോക്ക് അത് കൂടുതൽ വഴിയുണ്ടോ? ഇതിനിടയ്ക്ക് മാത്രം വഴിയില്ല. അല്ല, എന്താ ഉദ്ദേശം? ഇവിടെ അങ്ങനെ ഒരാളുകൾ ഞാൻ അറിയാതെ താമസിക്കുമായിരിക്കും. എല്ലാ ആളുകളെ അറിയാം. അതാ ഞാൻ പറഞ്ഞത്. എന്താണ് ഇവിടെ ചൂടായിട്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വയസ്സായ ഞാൻ എന്നോട് വഴി വെച്ചിട്ടുണ്ട്, എന്നോട് ചൂടാണ്. ഇങ്ങനെ തല്ലു നയ്യ തല്ലു തല്ലു നയ്യ തല്ല. ഞാൻ ചോദിച്ചു വാങ്ങി. അല്ല, എന്ത് പറയാ? അതെ, ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചു. ഇവിടെ അടുത്ത് ഒരു പുതിയ കല്യാണം കഴിച്ച ആൾക്ക് താമസിക്കുന്ന അറിയോ? നിങ്ങൾ ഇവിടുത്തെയാണല്ല? ഏതെങ്കിലും ഒരു പുതിയ താമസക്കാർ ഉണ്ടോ? അതറിയോ? താമസക്കാരൊക്കെ ഉണ്ട്, അറിയോ? അറിയുകയും ചെയ്യാം. നിങ്ങളെ കണ്ടിട്ട് ഒരു വശപശൊക്കെ ഉണ്ടല്ലോ. അല്ല, നിങ്ങളുടെ നല്ലേ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പുതിയ കല്യാണം കഴിച്ചോ താമസിക്കുന്നുണ്ട് ഒരു ഭാര്യ ഭർത്താവ്. അറിയോ? അറിയോ? അറിയാം. അവര് ബാങ്കിൽ ജോലിയുള്ള സുരേഷ് ബാങ്ക് ഭാര്യ റാണി. നേരെ മുന്നോട്ട് പോവാം. അവിടെ പോയിട്ട് ഇടത്തോട്ട് തിരിയാം, പിന്നെ വലത്തോട്ട് പോയ രണ്ടാമത്തെ വീട്. നേരെ പോയിട്ട് ഇടത്തോട്ട് പോയിട്ട് വലത്തോട്ട് തിരിച്ച് രണ്ടോട്ട് പോയില്ലേ? ശരിയാ. ശരിയാ. ഈ നാട്ടിലൊക്കെ ശരിയാ. ഹലോ ഹലോ താനോ മോളോ? ഞാനേ ഞാൻ അപ്പാട്. അല്ല, മനസ്സിലാകാത്തതിനും പ്രാർത്ഥന കാര്യമില്ല. കാരണം എന്താവേ, നിങ്ങളെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ലേ? പിന്നെ മാത്രമല്ല, നിങ്ങളെ കല്യാണത്തിന് കൂടാത്തതിന് ചോദിച്ചിട്ടുണ്ട്. സുരേഷ് ഇപ്പൊ വരൂല്ലോ? വരുമോ? ഒന്നുമില്ല. പിന്നെ എന്താ അറിയില്ല, ഒരു കാര്യവും എന്തായാലും ഞാൻ കല്യാണത്തിന് വന്നില്ലല്ലോ. എന്നാൽ ഒരു കാര്യം സന്തോഷമുണ്ട്. എന്താ വെച്ചാല് നല്ലൊരു പെണ്ണെ കെട്ടി വലിയൊരു വീടൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് താമസിക്കാണല്ലോ. ഒരു ഭാഗ്യം. പിന്നെ ഞാൻ ഇവിടെ വന്നതെന്താ വെച്ചാല് അമ്മാവന് വയ്യാന്നറിയാലോ. ഇവിടെ വേദന പ്രാണവാറ്റത്തെ കൊക്കിന് വേർക്ക് എങ്ങനെയൊക്കെയാണ് വയ്യ അവിടെ വേദന.
അത് കാണിച്ചേ ഇത് അവിടെ ഒരു ആയുർവേദ ആശുപത്രി ഇല്ലേ? അവിടെ വന്നായിരുന്നു അത് ഡോക്ടർമാർ എന്തൊക്കെയോയാണ് പറഞ്ഞിട്ട് വീഴ്ചില് നീളത്തില് പറയേണ്ട എന്തൊക്കെയോ വീഴ്ച. അപ്പൊ നോക്കുന്നവരാണ് ഒരുപാട് പൈസ വേണമല്ലോ. അതെന്താ വലിയ വെക്കുമ്പോ കഴിയൂല. അപ്പാണിക്ക് ഓർമ്മ നിങ്ങൾ ഇതാണ് താമസിക്കുന്നത്. നേരെ വിട്ട് പിടിച്ചു പോയി. അല്ല പൈസ ഉണ്ടോ? 1000 ഉറുപ്പിക ചായ വേണ്ട, പൈസ മതി. ഏതാ സൂരി ഏതാ വീട്? ശരിയാവൂല. നമസ്കാരം. കണ്ടോ? അമ്മാവും വന്നു എന്ന് വഴി വെച്ച് കിടക്കാനും പറഞ്ഞു. അതെ, എന്തായാലും കന്നഡ വെക്കത്തിലൊക്കെ നിങ്ങളൊക്കെ കാണാൻ വെച്ച് പോകണ്ട. കന്നഡയെ അല്ല കന്നഡകളുണ്ട്, നിങ്ങളൊക്കെ കാണാലോ. അമ്മ പോട്ടെന്നാല് ഊണ് കഴിച്ചിട്ട് പോവാം. എന്തായാലും കണ്ടന്റെ സന്തോഷമുണ്ട്. അമ്മാവന്റെ എല്ലാ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. എന്നെ ഒരു മിനിറ്റ് ഇരിക്കും അമ്മ. ഇപ്പൊ ഒരു മിനിറ്റ്. ഇപ്പൊ വരെ തെങ്ങേന്റെ വീട്ടപ്പുറത്ത് പോയി പ്രേമത്ര കണ്ടമോ കൂട്ടിയാണ് പറഞ്ഞു വെച്ചില്ല. എന്തൊരു ലോകാണ്. പക്ഷേ അമ്മാവയുടെ ആദ്യമായി വന്നിട്ട് ഒന്ന് ഊണ് കഴിക്കാൻ പോലും അമ്മ നമ്മൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു എന്നല്ലേ ഉള്ളൂ. എന്നാലും പിണക്കം മാറി അമ്മാവ് വന്നല്ലോ. ചിലപ്പോ വീട്ടുകാർ വന്നു വിട്ടായിരിക്കും. അതെ അതെ, നന്നായി. നമ്മളെടുത്ത് വന്നിട്ട് ഒരു കുറവ് വന്നില്ലെന്ന് പറയരുതല്ലോ. അമ്മാവന്റെ പിണക്കൊക്കെ മാറി വന്നതല്ലേ. എന്റെ ഭാഗ്യം 2000 രൂപ കൊടുക്കും. എന്നാ വാ. അമ്മാവൻ ഇവിടെ ആദ്യം വന്നതല്ലേ. ഞങ്ങൾ ആദ്യത്തെ വിരുന്നുകാരൻ അമ്മാവനാ. ആയിക്കോട്ടെ, എന്താ അമ്മാവൻ എന്താണ് ഇവിടെ ഉണ്ടാവും. പിന്നെ എന്തോ ആശുപത്രി കാര്യം എന്തോന്ന് പറഞ്ഞല്ലോ. അതെ അതെ, അത് മോള് പറഞ്ഞില്ലേ? പറഞ്ഞു 2000 രൂപ തന്നെന്ന് പറഞ്ഞു. അമ്മാൻ വയ്യാത്ത അമ്മാൻ അറിയാലോ, കുറെ കാര്യം വയ്യാത്തത്. കൊച്ചു പൈസയുടെ പോകാന്നോ ഒന്ന് വന്നതാ. അത് മതിയോ? മതിയാവൂല. എന്നല്ലേ അമ്മാവനോട് ആദ്യം വന്നല്ലേ. എന്റെ ഇരിക്കട്ടെ 2000 രൂപ. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ശരിയാ, നിങ്ങള് കഴിക്കേണ്ട കാര്യം മാത്രം പറയണ്ട. നിൽക്കുന്ന ശരിയാവൂല. അത് ശരിയാവൂലേ. അല്ല മെച്ചാത്തത് ബസ് കിട്ടൂല. അമ്മാൻ വയ്യാത്തല്ലേ, ബസ് കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഒന്ന് പോട്ടെ. നിന്റെ അമ്മാവനോട് ആദ്യമായി നിന്നിട്ട് പിന്നെ ആരുടെ അമ്മാവനത്? എനിക്കിങ്ങനെ അമ്മാവനില്ല. അതിന്റെയല്ലേ ഞാനും ചോദിക്കുന്നത്. ആരുടെ അമ്മാവനാണ്? പിന്നെ ആരുടെ അമ്മാവനോ? എന്നാലും എന്റെ അമ്മാവോ ഞങ്ങളുടെ ഈ പണി ചെയ്തല്ലോ. പിന്നെ വിട്ടോട്ടല്ലേ ഇതൊക്കെ ഇവിടെ ഇവരൊരു പുതിയ കല്യാണം കഴിച്ചാൽ താമസിക്കുന്നറിയോ? പുതിയ കല്യാണക്കാരെ എന്നാ ശരിയേ. അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി പറയുന്നു.